18th സെഞ്ചുറിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വെജിറ്റബിൾ ഗാർഡനായും കൂടാതെ വധശിക്ഷ നടപ്പിലാക്കുന്ന ഒരു സ്ഥലം 148 മില്യൺ ഇയേഴ്സ് ബാക്കിലേക്ക് പോവാം, അതായത് ജുറാസിക് വേൾഡിലേക്ക്. ഇതാണ് കേട്ടോ മൗറീഷ്യസിൽ കണ്ടുവരുന്ന വലിയ ടോട്ടോയ്സ് എന്ന് പറയുന്നത്. അറിയാണ് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഫിഷുകളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സീ ക്രീച്ചേഴ്സിനെ ഹണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ മ്യൂറക്സിനെ പ്രെഡേറ്ററി സീസ്. ഈ മൃഗങ്ങളുടെ ഒക്കെ ഹോൺസും ആന്റ്ലേഴ്സും. ഹോൺസിന്റെ അടുത്തായിട്ട് മിനറൽസിനെ കുറിച്ച് കുറെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 18th സെഞ്ചുറിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഗാർഡൻ കമ്പനി ഗാർഡൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജാദാതല കമ്പനി എന്നാണ് ഈ ഗാർഡന്റെ യഥാർത്ഥ പേര്. ജാദ എന്ന് പറയുന്നത് ഗാർഡനെയാണ്. സോ ജാദാതല കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഗാർഡൻ. 18th സെഞ്ചുറിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വെജിറ്റബിൾ ഗാർഡനായും കൂടാതെ വധശിക്ഷ നടപ്പിലാക്കുന്ന ഒരു സ്ഥലവുമായിരുന്നു ഈ ഗാർഡൻ. പബ്ലിക്കായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന വിധത്തിലായിരുന്നു പോലും ഇവിടെ വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത്. കൂടാതെ ആ കാലത്ത് തന്നെ സ്മോൾ പോക്സ് എന്ന് പറയുന്ന അസുഖം വന്നിട്ട് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവരെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ഇത് അന്നത്തെ കാലത്തെ ഒരു സെമിട്രി കൂടിയായിരുന്നു. 1769 1772 കാലഘട്ടങ്ങളിൽ ഫ്രഞ്ച് ഗവൺമെന്റ് ഷിപ്പിൽ എന്ത് ചെയ്തു വെച്ചാൽ ഈ പോർട്ട് ലൂയിസിനെ റീഅസംബിൾ ചെയ്യും, പുതിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ വരികയും ചെയ്തപ്പോൾ ഈ സെമിട്രിയെ ഇവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ പറയുന്ന ഗാർഡനിൽ ചില വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സ്കെൽട്ടൻസും തലയോട്ടികളും പോലുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. സെമിട്രി ആയും എക്സിക്യൂഷൻ പ്ലേസ് ആയും ഉണ്ടായിരുന്ന ഈ ഒരു കമ്പനി ഗാർഡൻ ഇന്ന് പോർട്ട് ലൂയിസിലെ തന്നെ ഏറ്റവും നല്ലൊരു റിലാക്സേഷൻ പ്ലേസ് കൂടിയായി മാറിയിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല തണലുണ്ട്, നല്ല കിളികളുടെ സൗണ്ട് ഒക്കെ കേട്ട് നമുക്ക് സുഖമായിട്ട് കുറച്ച് സമയം ഇരിക്കണം തോന്നുന്നവർക്ക് ഇവിടെ വന്നിരിക്കാം, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. കമ്പനി ഗാർഡന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ മൗറീഷ്യസിന്റെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഉള്ളത്. അപ്പൊ ഇതാണ് ആ മ്യൂസിയം. നമുക്ക് അകത്തേക്ക് പോവാം. 1880 1884 ആ ഒരു സമയത്താണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. മൗറീഷ്യസിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മ്യൂസിയം എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഈ ഒരു മ്യൂസിയത്തിനുണ്ട്. ഈ ബിൽഡിംഗ് കൊളംബോയിലുള്ള നാച്ചുറൽ മ്യൂസിയത്തിന്റെ പകർപ്പാണ്. ഇവിടെ എൻട്രൻസിൽ തന്നെ ഒരു വിസിറ്റേഴ്സ് ബുക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വിസിറ്റേഴ്സ് ബുക്കിൽ ഞാൻ എന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാല് ഈ മ്യൂസിയത്തിന് 4 ഗാലറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഫോന ഗാലറിയാണ് കേട്ടോ. ഫോന എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ റിലീജിയനിൽ മാത്രം കണ്ടുവരുന്ന ആനിമൽസിനെയാണ് ഫോന എന്ന് പറയുന്നത്. ഈ മൗറീഷ്യസിന്റെ തൊട്ടടുത്തുള്ള ഐലൻഡ്സ് ആയിട്ടുള്ള മഡഗാസ്കർ, റീയൂണിയൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്ന ആനിമൽസ്, ബേർഡ്സും ഒക്കെ ഉണ്ടാവും. അവരെയാണ് ഈ സെക്ഷനിൽ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ലോകത്തിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബേർഡ് എന്ന് പറയുന്നത് അത് ഓസ്ട്രിച്ച് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ജീവിച്ചിരിക്കാത്ത, വംശനാശം സംഭവിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റ്ലെസ് ആയിട്ടുള്ള, അതായത് പറക്കാത്ത ഒരു ബേർഡാണ് ഏപ്പിയോണിസ് എന്ന് പറയുന്ന എലഫന്റ് ബേർഡ്. എലഫന്റ് ബേർഡ് എന്ന് പറയുന്ന ഏപ്പിയോണിസിന്റെ നേറ്റീവ് എന്ന് പറയുന്നത് മൗറീഷ്യസിന്റെ തൊട്ടടുത്തുള്ള ഐലൻഡ് ആയിട്ടുള്ള മഡഗാസ്കറിലാണ്. ഈ പറയുന്ന ഏപ്പിയോണിസിന്റെ ബോൺസ് ആണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിലിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 150-148 മില്യൺ ഇയേഴ്സ് ബാക്കിലേക്ക് ഒന്ന് പോവാം, അതായത് ജുറാസിക് വേൾഡിലേക്ക്. ഡൈനോസർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആർക്കിയോപ്റ്ററക്സ് എന്ന് പറയുന്ന ഒരു ബേർഡിന്റെ ഫോസിലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ ബേർഡിനെ കുറിച്ചും അതിന്റെ കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ദാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ദാ ഈ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് കേട്ടോ എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എലഫന്റ് ബേർഡിന്റെ എഗ്ഗും ഇത് ഓസ്ട്രിച്ചിന്റെ എഗ്ഗുമാണ്. എത്ര വലുപ്പത്തിന്റെ വ്യത്യാസം ഉണ്ടെന്ന് കണ്ടോ നിങ്ങള്. കൂടാതെ മൗറീഷ്യസിൽ കണ്ടുവരുന്ന ഒരു വലിയ ടോട്ടോയ്സ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് ജീവനോട് ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ അതിന്റെ ബോൺസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും അങ്ങോട്ട് നമുക്ക് പലതരത്തിലുള്ള ബേർഡ്സിനെയാണ് കാണാൻ പറ്റുന്നത്.
ലോകത്തിന്റെ പല ഭാഗത്തുള്ള ബേർഡ്സിന്റെ സ്റ്റഫ്ഡ് സ്പെസിമെൻസ് ആണ് ഇവിടെ ഉള്ളത്. ശരിക്കും ആദ്യം ഈ ബേർഡ്സിനെല്ലാം കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് എന്താന്ന് വെച്ചാല് ജീവനില്ലാത്ത ബേർഡ്സിനെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് ഡിസ്പ്ലേക്ക് വെച്ച പോലെയാണ് തോന്നിയത്. കാരണം അത്രയും ഒരു റിയാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി. അപ്പോഴാണ് എനിക്ക് ശരിക്കും കാര്യം പിടികിട്ടിയത്. അതായത് ടാക്സിഡെർമി എന്നൊരു പ്രോസസ്സിലൂടെയാണ് ഈ ബേർഡ്സിനെ ഇങ്ങനെ പ്രിസർവ് ചെയ്യുന്നത്. ഈ ബേർഡ്സിന്റെ സ്കിന്നും ഫെദറും റിമൂവ് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് ആർട്ടിഫിഷ്യൽ ആയിട്ട് വുഡോ അല്ലെങ്കിൽ വയറോ ഒക്കെ വെച്ചിട്ട് ഒരു ബേർഡിന്റെ ബോഡി ക്രിയേറ്റ് ചെയ്യും. അതിനെ പ്രിസർവേറ്റീവ് ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള കറക്റ്റ് ഒരു ബേർഡിന്റെ രൂപത്തിൽ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് ടാക്സിഡെർമി എന്ന് പറയുന്നത്. കേട്ടിട്ടില്ലേ, ഓരോ അറിവും ചെറുതല്ല എന്നുള്ളത്? അങ്ങനെ ഒരു പുതിയ കാര്യമാണ് ഞാനിപ്പോ പഠിച്ചത്. നിങ്ങൾക്കിത് മുന്നേ അറിയുന്നതെന്ന് അറിയില്ല, എനിക്ക് എന്തായാലും ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. ഓരോ ബേർഡ്സിനും ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, എവിടെയാണ് ഒറിജിൻ എന്നുള്ള കാര്യങ്ങൾ, എന്ത് ഭക്ഷണമാണ് കഴിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ദാ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ കാക്ക ഇരിപ്പുണ്ട്, നമ്മുടെ തത്ത ഇരിപ്പുണ്ട്, നമ്മുടെ മൈന ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാ ബേർഡ്സും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാണിച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ബേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഞാൻ എന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. പ്രാവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ പക്ഷികളുടെ ഒക്കെ പേരുകളും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കാണാൻ പോകുന്നത് റെപ്റ്റൈൽസിന്റെ സെക്ഷൻ ആണ് കേട്ടോ. റെപ്റ്റൈൽസ് എന്ന് പറയുന്നത് കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. കോൾഡ് ബ്ലഡഡ് എന്ന് പറയുമ്പോൾ അവർക്ക് സ്വയം ബോഡി ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പകരം എൻവയോൺമെന്റിനനുസരിച്ചായിരിക്കും അവരുടെ ബോഡി ഹീറ്റ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പൊ ഈ റെപ്റ്റൈൽസിനെ തന്നെ 4 ഓർഡേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ക്രോക്കോഡില്ല, അതായത് ക്രോക്കഡൈൽസും ആലിഗേറ്റേഴ്സും ഒക്കെ ഉള്ള ഒരു വിഭാഗം. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ പല്ലി അതുപോലെ സ്നേക്സ് ഒക്കെ വരുന്ന സ്കൊമാറ്റ എന്ന് പറയുന്ന സെക്ഷൻ ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് റിംഗോസെഫാലിയ എന്ന് പറഞ്ഞിട്ടുള്ള പല്ലി വിഭാഗത്തിൽ തന്നെ പെട്ടതാണ്. ഏറ്റവും അവസാനം ടെസ്റ്റ്യൂഡിനീസ് ആണ്. ടെസ്റ്റ്യൂഡിനീസ് എന്ന് പറയുന്നത് ടർട്ടിൽസും ടോട്ടോയ്സ്. ഇതാണ് കേട്ടോ മൗറീഷ്യസിൽ കണ്ടുവരുന്ന വലിയ ടോട്ടോയ്സ് എന്ന് പറയുന്നത്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജന്തു ജീവജാലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ മൗറീഷ്യസ് എന്ന് പറയുന്നത്. 18ാം നൂറ്റാണ്ടില് ഡച്ചുകാരുടെ വരവോട് കൂടിയിട്ട് വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്. വിദേശികളായിട്ടുള്ള പല ജീവികളെയും മൗറീഷ്യസിലേക്ക് കൊണ്ടുവരികയും മൗറീഷ്യസിൽ നിലവിലുണ്ടായിരുന്ന പല പക്ഷി മൃഗാദികളെയും അവരവരുടെ ഭക്ഷണമാക്കിയിട്ട് യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ വംശനാശം സംഭവിച്ച ബേർഡ്സും ആനിമൽസും ഇവിടെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡോഡോ എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഇടയ്ക്കേതാ പെട്ടെന്ന് ആരോ എന്നെ നോക്കുന്ന പോലെ തോന്നി. ഈ കക്ഷിയാണ് നോക്കുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് പേടിച്ചെങ്കിലും കുഴപ്പമില്ല. നമുക്കിവിടെ 2 തരം ബാറ്റ്സിനെ കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് മലയൻ ഫ്ലൈയിങ് ഫോക്സും രണ്ടാമത് റോഡ്രിക്സ് ഫ്രൂട്ട് ബാറ്റുമാണ്. അതിൽ ഈ മലയൻ ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ബാറ്റ് ആണ്. അതുപോലെ തന്നെ റോഡ്രിക്സ് ഫ്രൂട്ട് ബാറ്റ് എന്ന് പറയുന്നത് റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു മാമലാണ്. മൗറീഷ്യസിന്റെ തൊട്ടടുത്ത ഐലൻഡ് ആയിട്ടുള്ള റോഡ്രിക്സ് ആണ് ഇതിന്റെ നേറ്റീവ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് കാണാൻ പോകുന്നത് മറൈൻ ലൈഫ് ഗാലറിയാണ്. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഫിഷുകളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇവരിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടോ, വലിയ ഫിഷിനെ അവിടെ അവർ എന്തോ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ കുറേ വാളിൽ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അവിടെയും കുറേ ഫിഷിനെയൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഓരോ ഫിഷിനും ഓരോ നമ്പർ കൊടുത്തിട്ട് അതിൻ്റെ പേരും അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും, ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ താഴെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയും വെച്ചിട്ടുണ്ട്. ഇതിന്റെ അടുത്ത് തന്നെ ഒരു ടേബിളിന്റെ മുകളിൽ കുറെ ഷെൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഷെൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നതിനായിരിക്കും. ഈ ഷെല്ലുകളെ അതിന്റെ ഷേപ്പിനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ അനുസരിച്ച് ഓരോ കാറ്റഗറി ആയിട്ട് നെയിം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിൽ ആദ്യം നമ്മൾ കണ്ടത് കോറൽ ഷെൽസ് ആണ്. കോറൽ ഷെൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ ബോഡി എന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് ആയിരിക്കും, എന്ന് വെച്ചാൽ റഫ് ആയിരിക്കും, ഇറഗുലർ ആയിരിക്കും. പിന്നെ രണ്ടാമത് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഒലീവ ഷെൽസ് ആണ്. ഒലീവ ഷെൽസിൻ്റെതെന്നുണ്ടെങ്കിൽ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഫോം ആയിരിക്കും അതിന്റെ എന്ന് പറയുന്നത്. അടുത്തത് വീനസ് ഷെൽസ് ആണ് കേട്ടോ. വീനസ് ഷെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രയാങ്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവേറ്റ് ഷേപ്പിലുള്ള ഷെൽസിനെയാണ് വീനസ് ഷെൽസ് എന്ന് പറയുന്നത്. അടുത്തത് മ്യൂറക്സ് ആണ്. മ്യൂറക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മീഡിയം ടു ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള പ്രെഡേറ്ററി ട്രോപ്പിക്കൽ സീ സ്നെയിൽസ് ആണ് കേട്ടോ. മറ്റുള്ള സീ ക്രീച്ചേഴ്സിനെ ഹണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ മ്യൂറക്സിനെ പ്രെഡേറ്ററി സീ സ്നെയിൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ഇത് കുറച്ച് ഉപദ്രവകാരിയാണെന്ന്. ചെറിയ ഓവൽ ഷേപ്പിലുള്ള വളരെ തിക്കായിട്ടുള്ള അതിന്റെ അറ്റത്ത് ചെറിയൊരു പോയിന്റഡ് ആയിട്ടുള്ള ഒന്നാണ് ബാസ്ക്കറ്റ് ഷെൽസ് എന്ന് പറയുന്നത്. ഇനി കാണുന്നത് സ്ക്രൂ ഷെൽസ് ആണ്. ഈ ഷെൽസ് സാൻഡിലാണ് കൂടുതൽ ഉണ്ടാകുന്നത്. ഇത് നീളം കൂടിയിട്ട് ബോഡി ചെറുതായിരിക്കും. അടുത്തത് റേസർ ഷെൽസ് ആണ്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്. കൂടാതെ ഇതിന്റെ ബോഡി വളരെ പോളിഷ്ഡും തിന്നും ആയിരിക്കും. ഇത് കാലിൽ കുത്തിക്കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവുന്നതാണ് ഇതിൽ പറയണത്. ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടും, അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ബോറടിക്കും. അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അയില, മത്തി, അങ്ങനെ കുറേ തരത്തിലുള്ള ചെറിയ ചെറിയ ഫിഷുകൾ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. ഇവിടെ ശരിക്കും എന്താ, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇവിടെ ശരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ലോബ്സ്റ്റർ, പ്രോൺസ്, ക്രാബ്, സ്ക്വിഡ്, അതുപോലെ ഒക്ടോപ്പസ്, കോൺ ഫിഷ്, ക്യാപിറ്റൈൻ ഫിഷ്, അതുപോലെ പല കളറിലുള്ള പച്ച കളറിലും മഞ്ഞ കളറിലുള്ള ഫിഷൊക്കെയാണ് ഇവിടെ കഴിക്കുന്നത്. അടുത്ത ഗാലറി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഗാലറിയാണ് കേട്ടോ. ഇവിടെ ആദ്യത്തെ സെക്ഷനിൽ വെച്ചിരിക്കുന്നത് കുറെ ഹോൺസും ആൻഡ്ലേഴ്സും ആണ്. ആന്റലോപ്പ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആനിമൽസിന്റെ ഹോൺസ് ആൻഡ് ആൻഡ്ലേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്താണ് ആന്റലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീർസ് ഇല്ലേ, അതായത് മാന് വർഗത്തിൽപ്പെട്ട അങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഈ മൃഗങ്ങളുടെയൊക്കെ ഹോൺസും ആൻഡ്ലേഴ്സും. ഹോൺസ് എന്ന് പറയുന്ന സമയം നിങ്ങൾക്ക് വേഗം മനസ്സിലാവുന്നതാണ്. ഹോൺ
ഹോൺസ് എന്ന് പറയുന്നത് കൊമ്പാണ്, ആന്റ്ലേഴ്സ് എന്ന് പറയുന്നതും കൊമ്പ് തന്നെയാണ്. പക്ഷേ ആ രണ്ടിനും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഹോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ആട്, പശു അങ്ങനെയുള്ള ആനിമൽസിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒറ്റ കൊമ്പ് മാത്രമായിട്ട്, അതിനെയാണ് നമ്മൾ ഹോൺസ് എന്ന് പറയുന്നത്. ആന്റ്ലേഴ്സ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണുന്ന ആനിമൽ യുറേഷ്യൻ ഏൾക്ക് എന്ന് പറയുന്ന ഇതിന്റെ കൊമ്പ് പോലെയാണ് ഉണ്ടാവുക. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വർഷത്തിൽ ഒരിക്കലും ഇത് കൊഴിഞ്ഞു പോവുകയും പുതുതായിട്ട് വീണ്ടും വളരും. റെയിൻഡിയേഴ്സ് പോലുള്ള ആനിമൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ആന്റ്ലേഴ്സ് ആണ് ഉള്ളത്. ടെസ്റ്റ് യുവർ നോളജ് എന്ന് പറഞ്ഞിട്ട് ഒരു വാളിൽ കുറെ ബോക്സ് പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നുന്നത് ഇവിടെ സ്കൂൾ കുട്ടികളിലൊക്കെ വിസിറ്റിംഗ് വരുമല്ലോ, അവിടെ പിന്നെ മ്യൂസിയം വിസിറ്റ് ചെയ്യാനും അവിടുത്തെ കാര്യങ്ങളും എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാവുക. സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഒരു അറിവും ചെറുതല്ല എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഇതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് മിനറൽസിനെ കുറിച്ച് കുറെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് മിനറൽസ് എന്നും ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള മിനറൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും കൂടാതെ ഏതൊക്കെ തരത്തിലുള്ള മിനറൽസ് ആണ് ഉള്ളത് എന്നും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ പോർട്രേ ചെയ്തിട്ടുണ്ട്.